ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പേച്ചി എന്ന തമിഴ് മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അരമനക്കാട് എന്ന പേരുള്ള വലിയൊരു ഫോറസ്റ്റ് ആണ്. അവിടേക്ക് ട്രക്കിങ്ങിന് വരുന്ന ഒരു കപ്പിൾ. അന്ന് രാത്രി അവിടെ ക്യാമ്പ് അടിക്കാനായിരുന്നു അവരുടെ തീരുമാനം. രാത്രിയിലേക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ആ പയ്യനാകട്ടെ കുറച്ച് വിറകുകൾ ശേഖരിക്കാൻ പോകുന്നു. ഒരു വലിയ മരത്തിന്റെ ശിഖരം വലിച്ചൊടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാകട്ടെ അതിനുള്ളിൽ നിന്ന് എന്തോ ഒരു സാധനം പുറത്തേക്ക് വരുന്നതായിട്ട് അവന് തോന്നുന്നു. ആണിയിൽ തറച്ചൊരു പാവയായിരുന്നു അത് കണ്ടതും അവൻ പേടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഒരു രൂപം വന്ന് അവനെ ആക്രമിക്കുന്നതാണ് കാണിക്കുന്നത്. അവന്റെ നിലവിളി കേട്ട് ആ പെൺകുട്ടി അവിടേക്ക് വരുന്നുണ്ട്. അവൾക്കും ആ പാവയാണ് അവിടെ നിന്നും കിട്ടുന്നത്. അതെടുത്ത് നോക്കിക്കൊണ്ടു നിന്നതും അവളെയും ആ രൂപം വന്ന് ആക്രമിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കഥയാണ്. അവിടുത്തെ വാച്ചറും പാർട്ട് ടൈം ഗൈഡുമായ മാരി എന്നൊരാളെ അവിടുത്തെ ഒരു ഓഫീസർ വിളിച്ചിട്ട് പറയുന്നുണ്ട് തന്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ട്രക്കിങ്ങിന് വരുന്നുണ്ട്, അതുകൊണ്ട് അവരെ കൊണ്ടുപോയി ആ കാടെല്ലാം കാണിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ മാരി അന്ന് രാത്രി തന്നെ അവരെ കാണാൻ പോകുന്നുണ്ട്. 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും അടങ്ങുന്ന സംഘമായിരുന്നു അത്. അതിൽ ചരൺ എന്ന ആളാകട്ടെ മാരിയോട് സംസാരിക്കുന്നു. ആ കാട്ടിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ജോലി എന്റേതാണെന്ന് മാരി ചരനോട് പറയുന്നു. എന്നാൽ ചരന്റെ ഗേൾഫ്രണ്ടായ മീനയ്ക്ക് മാരി തങ്ങളുടെ കൂടെ വരുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ 5 പേരും റെഡിയായി. മറ്റു 3 പേരുടെ പേര് സേതു, ജെറി, ചാരു എന്നായിരുന്നു. മാരിയുടെ ഗ്രാമത്തിലൂടെ തന്നെയായിരുന്നു അവർ ആ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് മാരിയുടെ മകൾ അവരുടെ വണ്ടിക്ക് കുറുകെ വരുന്നു. എന്നിട്ട് മാരിയുടെ കഴുത്തിലേക്ക് ഒരു തകിട് അണിഞ്ഞു കൊടുക്കുന്നുണ്ട്. മാരി എപ്പോ ഗൈഡായിട്ട് കാട്ടിലേക്ക് പോയാലും ഈ തകിടിട്ടിട്ടാണ് വീട്ടുകാർ അവനെ പറഞ്ഞുവിടുന്നത്. അങ്ങനെ കുറെ ദൂരം മുന്നോട്ട് പോയി അവർ ഒരിടത്ത് വണ്ടി ഒതുക്കിയിടുന്നു. ആ സമയത്ത് അതുവഴി വന്നൊരാള് വണ്ടി നിർത്തി അവരെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട്. മാരി അയാളോട് താൻ കൂട്ടിക്കൊണ്ടുവന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അയാളും വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ കാട്ടിലുള്ള ഒരു വ്യൂ പോയിന്റ് കാണാനായിരുന്നു ഇവര് പോകുന്നത്. അന്ന് രാത്രി അവിടെ ടെന്റ് അടിക്കാനാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ താൻ പറയുന്ന സ്ഥലത്തല്ലാതെ വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് മാരി പറയുന്നുണ്ട്. ആ കാട്ടിൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. ഈ നാട്ടുകാരുടെ വിശ്വാസം അനുസരിച്ച് പല സ്ഥലങ്ങളിലേക്കും പോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോകാൻ പാടില്ല. എന്നാൽ ഇതൊന്നും മീന വക കൊണ്ടില്ല. അവളാകട്ടെ അവിടെ കണ്ട അരുവിയിൽ കളിക്കുകയും ഒരുപാട് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. മൃഗങ്ങൾ വരുന്ന ഇടമായതുകൊണ്ട് ഇത്രയും ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്ന് മാരി പറയുന്നു. മീനയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യമായിരുന്നു. ചരൺ പറയുന്നുണ്ട് മാരി പറയുന്നത് പോലെ തന്നെ നമുക്ക് കേൾക്കാമെന്ന്. അയാൾക്കാണ് ഈ കാട് നന്നായിട്ട് അറിയാവുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴി ഒരു സ്ഥലത്ത് അടച്ചു വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. ചാരുവും സേതുവും ആ സ്ഥലത്തുണ്ടായിരുന്ന വള്ളികളെല്ലാം തന്നെ പിടിച്ചു മാറ്റുന്നു. അരുത് എന്ന് മാരി പറഞ്ഞിട്ടും കേട്ടില്ല. അവിടെ നിറയെ മണികൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതവർ തട്ടി താഴെയിടുന്നു. ആൾക്കാർക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമായിരുന്നു അത്. ബോർഡ് വെച്ചിട്ട് പോലും അവിടേക്ക് നമുക്ക് പോയാലോ എന്ന് ചാരു ബഹളം ഉണ്ടാക്കുന്നു. എന്നാൽ മാരി ദേഷ്യം വന്നിട്ട് അവരെയെല്ലാം തടയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്നും പറയുന്നു. ഒടുവിൽ നമുക്ക് അതൊക്കെ പിന്നെ നോക്കാം, നമ്മൾ ആദ്യം കാണാൻ ഉദ്ദേശിച്ച വ്യൂ പോയിന്റ് പോയി കണ്ടിട്ട് വരാമെന്നാണ് ചരൺ പറയുന്നത്. അങ്ങനെ അവർ ആ സ്ഥലം വിട്ടിട്ട് നേരെ വ്യൂ പോയിന്റിലേക്ക് വീണ്ടും നടക്കുന്നു. മാരി അവരുടെ കൂടെ പോവുകയാണ്. പോകുന്ന വഴിക്ക് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ചാരു ആ ദിശയിലേക്ക് പോകുന്നുണ്ട്. വലിയൊരു പാറക്കെട്ടിന്റെ മുകളിൽ അവൾ കയറി നിൽക്കുന്നു. അവൾക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട പോലെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മാരി വന്ന് അവളെ അവിടെ നിന്നും പിടിച്ചു മാറ്റുന്നു. താൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവൾക്ക് തന്നെ ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. ഒറ്റയ്ക്കിനി എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഒരുമിച്ച് നടക്കാൻ ആരംഭിച്ചു. ഒടുവിൽ അവർ ആഗ്രഹിച്ച ആ വ്യൂ പോയിന്റിൽ അവരെത്തി. അവിടെ ചെറിയ രീതിയിൽ അവർ ക്യാമ്പൊക്കെ സെറ്റാക്കുകയായിരുന്നു. അതിനിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറച്ചു മാറി ദൂരേക്ക് പോകുന്നു. ഫോട്ടോ എടുക്കാൻ പോയ ജെറി ആകട്ടെ ബാക്കി കൂട്ടുകാരെല്ലാം ചേർന്ന് പറ്റിക്കുന്നു. അവരെല്ലാവരും പലയിടത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. ജെറി അവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എവിടേക്കോ അവരിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് അവൻ കാണുന്നുണ്ട്. ക്യാമറയിലൂടെ സൂം ചെയ്യുമ്പോഴാകട്ടെ വേറെ എന്തോ ഒരു രൂപത്തെയായിരുന്നു അവൻ കാണുന്നത്. അത് കണ്ട് അവൻ പേടിക്കുന്നു. അവൻ പതിയെ ആ മരത്തിന്റെ അടുത്തേക്ക് പോയി നോക്കിയതും അവന്റെ കാലില് ആരോ പിടിച്ച് വലിച്ചു താഴേക്കിടുന്നു. ആ സമയത്താണ് ബാക്കി എല്ലാവരും മരത്തിന്റെ പിറകിൽ നിന്നും ഓടി വരുന്നത്. അവരാരുമല്ല തന്നെ പിടിച്ചതെന്ന് ജെറിക്ക് മനസ്സിലായി. അവൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഓടി ക്യാമ്പിന്റെ അടുത്ത് പോയിരുന്നിട്ട് അവൻ പറയുന്നുണ്ട് തന്റെ കാലിൽ ആരോ പിടിച്ചു എന്ന്. ബാക്കി എല്ലാവരും അവനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അവൻ കാലിലെ പാട് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് നീ വീണതിൽ പറ്റിയതാണെന്നാണ് ചാരു പറയുന്നത്. അവന്റെ പേടിത്തൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ചാരുവും സേതും അവനെ കളിയാക്കിയതും അവൻ തിരിച്ചു പറയുന്നുണ്ട് നിങ്ങൾ അത്ര ധൈര്യശാലികളാണെങ്കിൽ നേരത്തെ പോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിരുന്ന ആ സ്ഥലമില്ലേ, അവിടേക്ക് പോയിട്ട് ഒരു സ്കാർഫ് കെട്ടിയിട്ട് വാ, എന്നിട്ട് വീഡിയോ എടുത്തിട്ട് വാ, അപ്പൊ നിങ്ങൾക്ക് പേടിയില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് മാരി എത്ര പറഞ്ഞിട്ടും അവരതൊന്നും കേൾക്കാതെ സേതുവും ചാരുവും ചേർന്നിട്ട് അവിടേക്ക് പോകുന്നു. ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കാട്ടിൽ വഴി തെറ്റാതിരിക്കാൻ പോകുന്ന വഴിയെല്ലാം തന്നെ അവർ ചെറിയ റിബൺ കെട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയി എത്തിപ്പെടുന്നത് ഒരു പഴയ വീട്ടിലായിരുന്നു. അതിനുള്ളിലേക്ക് കടന്നതും മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ കുറെ പാവകൾ അവിടെ ഉണ്ടായിരുന്നു. അടിത്തട്ടിലുള്ള റൂമിലേക്ക് സേതു പോകുന്നു. ആ സമയത്താണ് ചാരു ശ്രദ്ധിക്കുന്നത് നേരത്തെ അവൾ നോക്കിയപ്പോ താഴെ കിടന്നിരുന്ന ആ പാവയാകട്ടെ ഇപ്പോൾ ഭിത്തിയിലിരിക്കുന്നു. അവൾ സെൽഫി എടുക്കാൻ നോക്കിയതും അവളുടെ ബാക്കിലായിട്ട് ആരോ നിൽക്കുന്നതായിട്ട് അവൾ കാണുന്നു. പേടിച്ചുപോയ അവൾ നിലവിളിക്കുന്നുണ്ട്. പെട്ടെന്ന് പുറത്ത് ആ സ്ത്രീയെ കാണുന്നു. സേതു വന്ന് നോക്കുമ്പോഴേക്കും ആ സ്ത്രീ അവിടെ
നിന്നും അപ്രത്യക്ഷയായിരുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ സേതുവിന്റെ തോളിൽ കിടന്ന സ്കാഫ് ആകട്ടെ ഇപ്പോൾ മരത്തിൽ തൂങ്ങിക്കിടക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവര് പോയിട്ട് കുറെ നേരമായിട്ടും കാണാത്ത കാരണം മാരി ചരനോട് പറയുന്നുണ്ട് നമുക്കൊന്ന് പോയി തിരക്കാമെന്ന്. അങ്ങനെ ജെറിയെയും മീനയും അവിടെ നിർത്തിയിട്ട് അവർ രണ്ടുപേരും സേതുവിനെയും ചാരുവിനെയും അന്വേഷിച്ചിറങ്ങി. കുറെ ദൂരം നടന്നപ്പോഴാകട്ടെ ചാരുവിന്റെ നിലവിളി അവർ കേൾക്കുന്നു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ചാരു രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഇത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൾ കണ്ണു തുറന്നിട്ട് പറ്റിച്ചെന്ന് പറയുന്നു. സേതുവും ചാരുവും ചേർന്നിട്ട് തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അവരെ കുറെ വഴക്കും പറഞ്ഞിട്ട് അവർ നേരെ ക്യാമ്പിലേക്ക് തിരിച്ചു പോകുന്നു. മാരിയുടെയും ചരണിന്റെയും പിറകെ തന്നെ സേതുവും ചാരുവും ഉണ്ടായിരുന്നു. എന്നാൽ ക്യാമ്പിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് മാരിയും ചരനും ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. കാരണം സേതുവും ചാരുവും അവിടെ ഇരിക്കുന്നു. ചാരു നല്ല പോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാകട്ടെ തങ്ങളുടെ പുറകെ വന്ന ആൾക്കാരെ കാണുന്നുമില്ല. സേതുവും ചാരുവും നേരത്തെ തന്നെ ഇവിടെ വന്നെങ്കിൽ തങ്ങളുടെ പുറകെ വന്നത് ആരാണെന്ന് അവർക്ക് ഡൗട്ട് തോന്നുന്നു. ശരിക്കും ഇവിടെ എന്തൊക്കെയോ മായാജാലങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇതൊന്നും പറഞ്ഞിട്ടും മീന വിശ്വസിക്കുന്നില്ല. അല്ല, ഈ മാരി ഉണ്ടാക്കുന്നതാണെന്നാണ് അവള് പറയുന്നത്. ആരും ആകട്ടെ ആകെ പേടിച്ചു വരച്ച് പ്രേതം കയറിയ പോലെ ഇരിപ്പായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് മാരി പറയുന്നുണ്ട് ഇതിനെല്ലാം പിന്നില് പേച്ചിയാണെന്ന്. പേച്ചി എന്ന് പറയുന്ന ഒരു ആത്മാവാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീയുടെ കഥ പറയുകയാണ് മാരി. ആ നാട്ടിലെ തന്നെ നല്ലൊരു കുടുംബത്തിലെ സ്ത്രീയായിരുന്നു അത്. അവർ മന്ത്രവാദം പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കാടുകളിലേക്ക് പോയി. അവിടെ വെച്ച് മന്ത്രവാദമൊക്കെ പഠിച്ചിട്ട് മരണം തന്നെ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള ശക്തി പ്രാപിച്ചുകൊണ്ട് വന്നു. തപസ് അനുഷ്ഠിച്ച് കിട്ടിയ ആ വരത്തിന് പകരമായിട്ട് അവരവരുടെ സാത്താമാർക്ക് വേണ്ടിയിട്ട് ബലി കൊടുക്കാൻ ആരംഭിച്ചു. അതിനുവേണ്ടി ആ ഗ്രാമത്തിലെ കുട്ടികളെയെല്ലാം തന്നെ അവർ തട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി. അവർക്ക് സഹായികളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ നാട്ടുകാരാകട്ടെ ആ ഗ്രാമത്തലവനെ വിവരം അറിയിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ഗുരുവിന്റെ നിർദ്ദേശം തേടുമ്പോൾ പേച്ചിയെ കൊല്ലാൻ സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവളുടെ ആത്മാവിനെ ഒരു പാവയിൽ ആവാഹിച്ച് ഏതെങ്കിലും മരത്തിൽ തളയ്ക്കണം. അവളുടെ കണ്ണിന് നേരെ പോയി നിന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അവൾ നിങ്ങളെ കൊന്നുകളയും. അതുകൊണ്ട് അത്രയും സൂക്ഷ്മമായിട്ട് വേണം അവളെ ആക്രമിക്കാൻ. അങ്ങനെ ആ ഗുരു പറഞ്ഞ പ്രകാരം അവർ പേച്ചിയുടെ വീട് ആക്രമിക്കുകയും തങ്ങളുടെ മുന്നിൽ പെടുന്നതിന് മുൻപ് തന്നെ പേച്ചിയെ ബാക്കിലൂടെ പോയി അവളുടെ മുഖം മൂടിയ ശേഷം കൊല്ലുകയും ചെയ്യുന്നു. അവളുടെ ശരീരം അവിടെ എവിടെയോ അവർ മറവ് ചെയ്യുന്നുണ്ട്. അവളുടെ ആത്മാവിനെ ആ പാവയിലേക്ക് ആവാഹിച്ച ശേഷം ഏതോ ഒരു മരത്തിൽ ആണിയടിച്ച് തറപ്പിക്കുന്നു. അതിനു ചുറ്റും തൃശൂലങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. പേച്ചിയുടെ ആത്മാവ് ഉൾപ്പെടുന്ന ആ ഒരു വനപ്രദേശത്തേക്ക് ആരും തന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ മണികെട്ടി ബന്ധിക്കുകയും പ്രവേശനമില്ല എന്ന ബോർഡ് വെക്കുകയും ചെയ്തത്. ആരെങ്കിലും വന്ന് ആ മരത്തിലെ ആണി ഊരിയാൽ മാത്രമേ പേച്ചിയുടെ ആത്മാവ് പുറത്തേക്ക് വരൂ. ഇൻ കേസ് അവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ആ മണി വെച്ചിരിക്കുന്ന ഏരിയ താണ്ടി ഗ്രാമത്തിലേക്ക് കടക്കാൻ പേച്ചിയുടെ ആത്മാവിന് സാധിക്കില്ല. പക്ഷെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ കപ്പിൾസ് വന്ന ആണി ഊരിയതോടുകൂടി പേച്ചിയുടെ ആത്മാവ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പേച്ചിയുടെ ആത്മാവ് പുറത്തു വന്ന സ്ഥിതിക്ക് നമ്മളിനി ഒരു നിമിഷം പോലും ഈ കാട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് മാരി പറയുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടണം. കാരണം നമ്മളിൽ തന്നെ പലരുടെയും രൂപം സ്വീകരിച്ച് പേച്ച് നമ്മളെ പറ്റിക്കും. അവരവിടെ നിന്നും പോകാൻ നേരമാണ് ജെറി ഓർക്കുന്നത്. നേരത്തെ തന്റെ കാലിൽ ആരോ പിടിച്ചു എന്ന് പറഞ്ഞ് അവൻ ഓടിയ സമയത്ത് അവന്റെ ക്യാമറ അവൻ അവിടെ ഇട്ടിട്ടാണ് വന്നത്. അവൻ മാരിയും കൂട്ടി ആ ക്യാമറ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ക്യാമറ എടുത്തത് ഓണാക്കി തിരിഞ്ഞു നോക്കുമ്പോഴാകട്ടെ ആ ക്യാമറയിൽ മാരിയുടെ രൂപം തെളിയുന്നില്ല. പെട്ടെന്ന് ബാക്കിലൂടെ യഥാർത്ഥ മാരി വന്നിട്ട് പറയുന്നുണ്ട് അത് ഞാനല്ല എന്ന്. പോയി ജെറി വേറൊരു വഴിക്ക് ഓടുന്നു. മാരി മറ്റൊരു വഴിക്കും ഓടി ഓടി ജെറി എത്തിച്ചേരുന്നതാകട്ടെ പേച്ചിയുടെ ആ വീട്ടിലേക്കായിരുന്നു. മാരി തിരിച്ച് അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് ജെറിയെ കാണാതായി എന്ന്. എന്നാൽ മീന പറയുന്നു ഇവൻ തന്നെ കൊണ്ടുപോയി എന്തോ ചെയ്തതാണെന്ന്. ജെറിയെ നോക്കി നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ ചരൺ അത് കേൾക്കുന്നില്ല. ജെറിയെ അന്വേഷിച്ച് മാരിയുടെ കൂടെ വീണ്ടും ചരൺ ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ അവർ അവിടെ ഒരു തകർന്ന ടെന്റ് കാണുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ കപ്പിൾസിന്റേതായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന ക്യാമറയിൽ നിന്നും ആ കപ്പിൾസിന് എന്താണ് സംഭവിച്ചതെന്ന് അവർ കാണുന്നു. ഇത് കണ്ടതും ചരണ് മനസ്സിലായി ഇവിടെ ശരിക്കും പ്രേതമുണ്ടെന്ന്. അവർ തിരിച്ചുപോയി ബാക്കി എല്ലാവരും കൂട്ടി അവിടെ നിന്ന് പോകാൻ നേരമാകട്ടെ ചാരു ഒരിടത്ത് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. മീനയും ചരനും ചേർന്നിട്ട് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും എന്തോ ഒരു സാധനം വന്ന് അവളെ പിടിച്ചുകൊണ്ടു പോകുന്നു. മാരി എല്ലാവരെയും കൂട്ടി അവിടെ നിന്നും ഓടി പുറത്തു കിടക്കുന്നുണ്ട്. ആ റെസ്ട്രിക്റ്റഡ് ഏരിയ കടന്നെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ അവർ 3 പേരും അവിടെ ഇല്ലായിരുന്നു. അവർ 3 പേരും ആകട്ടെ ഒരുപാട് ബാക്കിലായി പോയിരുന്നു. ആ സമയം നോക്കി മാരിയുടെ രൂപം ധരിച്ച പേച്ചിയാകട്ടെ അവരെ വഴിതെറ്റിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. തങ്ങൾ മാരിയുടെ കൂടെയാണ് പോകുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ചാരു കെട്ടിയിരുന്ന റിബൺ കാണുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് തെറ്റായ വഴിയാണെന്ന്. അതേസമയം മാരിയുടെ അടുത്തേക്ക് പേച്ചി വരുന്നുണ്ട്. എന്നാൽ പേച്ചിക്ക് മാരിയെ ആക്രമിക്കാൻ സാധിക്കുന്നില്ല, ആ തകടിന്റെ ശക്തി കാരണം. ചരനും ബാക്കി 2 പേരും ചേർന്നിട്ട് പേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ആ വീട് നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് മീനെ കാണാതാകുന്നു. അവിടെയെല്ലാം നോക്കിയിട്ടും മീനെ കാണുന്നില്ല. പെട്ടെന്ന് മീന ആ വീടിന്റെ അകത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ട് പേടിച്ച സേതു ആകട്ടെ അവിടെ നിന്ന് ഓടുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ച സേതു ആകട്ടെ അവിടെ നിന്നും തിരിഞ്ഞോടുന്നു. മീനയെ വിളിക്കാൻ വേണ്ടിയിട്ട് ചരൺ ആ വീടിനുള്ളിലേക്ക് കടക്കുകയാണ്. സേതു അപ്പോഴേക്കും ഓടി ഓടി ആ ഏരിയയുടെ കവാടം കടന്നിരുന്നു. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. പക്ഷേ ബാക്കിൽ നിന്നും ജെറി ആകട്ടെ വിളിച്ചുകൊണ്ട് വരുന്നതാണ് അവൻ കാണുന്നത്. അവന് നടക്കാൻ വയ്യായിരുന്നു. നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ കവാടത്തിനുള്ളിലേക്ക് സേതു കടക്കുന്നു. അവനെയും പിടിച്ചുകൊണ്ട് കവാടം കടന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് തന്റെ കൂടെയുള്ളത് ജെറി അല്ല പേച്ചിയാണെന്ന് അവന് മനസ്സിലാകുന്നത്.
അങ്ങനെ സേതുവിനെയും പേച്ചി കൊല്ലുകയാണ്. ചരനാകട്ടെ മീനയെ രക്ഷിച്ചുകൊണ്ട് ഒരു വിധത്തിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാരി അവരെ അന്വേഷിച്ച് വീണ്ടും അവിടേക്ക് വന്നിരുന്നു. പേച്ചി എന്നെ ആക്രമിക്കാൻ വന്നുവെന്നും പക്ഷേ ഈ തകിടാണ് എന്നെ രക്ഷിച്ചതെന്നും മാരി പറയുന്നു. മാരിയെ പണ്ട് കൊന്ന വംശത്തിലെ പുതിയ തലമുറക്കാരനായിരുന്നു മാരി. എന്തെങ്കിലും പേച്ചി പുറത്തു വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ വംശത്തിലെ ആൾക്കാരെ കൊല്ലുമെന്ന് പണ്ടേ ആൾക്കാർ പേടിച്ചിരുന്നു. അതിൽ നിന്ന് രക്ഷ നേടാൻ അവരുടെ ഗുരു കൊടുത്തതായിരുന്നു ആ മന്ത്രത്തകിട്. അതുകൊണ്ട് തന്റെ കൈ ഒരു കാരണവശാലും വിടരുത് എന്ന് പറഞ്ഞിട്ടാണ് മാരി അവരെയും കൂട്ടി ആ കവാടം കടക്കാൻ ഓടുന്നത്. എന്നാൽ കവാടം കടക്കുന്നതിന് തൊട്ടു മുൻപ് മീന കൈവിട്ട് താഴേക്ക് വീഴുന്നു. അപ്പോഴേക്കും പേച്ചി വന്ന് അവളെ എടുത്തുകൊണ്ട് പോവുകയാണ്. ചരൺ അവളെ രക്ഷിക്കാൻ പോകാൻ ശ്രമിച്ചതും മാരി പറയുന്നുണ്ട് ഉള്ളിലേക്ക് കടക്കരുതെന്ന്. മാരി എത്ര പിടിച്ചിട്ടും കേൾക്കാതെ ചരൺ ഉള്ളിലേക്ക് കടന്നു പോകുന്നു. ഉള്ളിൽ ചെല്ലുമ്പോഴാകട്ടെ ബാക്കിയുണ്ടായിരുന്ന അവന്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ പ്രേതങ്ങളായി അവിടെ നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. എന്നാൽ പേച്ചി ഉൾപ്പെടെ ആ പ്രേതങ്ങൾക്ക് ആർക്കും ചരനെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല. കാരണം നേരത്തെ മാരിയുമായിട്ട് പിടിവലി നടത്തുമ്പോൾ മാരിയുടെ ഗണ്ടയാകട്ടെ ചരണിന്റെ ദേഹത്ത് വീണിരുന്നു. ആ ഗണ്ടയുടെ ശക്തി കാരണം രക്ഷപ്പെട്ട് അവൻ തിരിച്ചു പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് മാരി മരിച്ച നിലയിൽ കിടക്കുന്നതാണ്. ചരൺ അവിടെ നിന്ന് എങ്ങനെയൊക്കെ മെയിൻ റോഡിലേക്ക് വരുന്നുണ്ട്. നേരത്തെ തുടക്കത്തിൽ അവര് കണ്ട അതേ വണ്ടിക്കാരൻ വന്ന് അവനെ രക്ഷിക്കുന്നു. കാറിലേക്ക് കയറാൻ നേരത്താണ് അവൻ ശ്രദ്ധിക്കുന്നത് അതില് മീന ഇരിക്കുന്നത്. അപ്പോഴേക്കും അയാളാകട്ടെ ചരനെ ഇടിച്ച് ബോധം കെടുത്തുന്നു. ബോധം വരുമ്പോ അവൻ ആ പേച്ചിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും ഇതെല്ലാം മീനയുടെ കളിയായിരുന്നു. പേച്ചിയുടെ വംശത്തിലെ പുതിയ തലമുറക്കാരിയാണ് മീന. മീന മനഃപൂർവ്വമാണ് ചരൺ ഉൾപ്പെടെയുള്ള കൂട്ടുകാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതും അവരുമായിട്ട് ട്രെക്കിങ്ങിന് വരുന്നതും. കാരണം പേച്ചിക്ക് കിട്ടിയ വരത്തിന് ബലമായിട്ട് അവർ ഇത്ര പേരെ ബലി കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതിൽ 13 ബലി ഇപ്പോഴും ബാക്കിയായിരുന്നു. ആ കാടിനെ കുറിച്ച് അറിയാവുന്നവരാരും അങ്ങോട്ട് പോകില്ല. അതുകൊണ്ടാണ് ആ കാടിനെ പറ്റി അറിയാത്ത ഇവരെ ട്രെക്കിംഗ് എന്ന പേരിൽ മീൻ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. മാരി തങ്ങളുടെ കൂടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം മീനയ്ക്ക് വന്നതിനും കാരണം ഇത് തന്നെയായിരുന്നു. മാരിയെ കൊന്നതും മീന തന്നെയാണ്. പേച്ചിക്ക് കൊടുക്കാനുള്ള ബലി കൊടുത്ത് തീർന്ന ശേഷം ആ സ്ഥാനത്തേക്ക് മീന വരും. അങ്ങനെ അവൾ ചതിച്ച് സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ചരണിനെയും ബലിക്ക് വേണ്ടിയിട്ട് പേച്ചിക്ക് വിട്ടുകൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ചു നാളുകൾക്ക് ശേഷം ഈ ട്രെക്കിങ്ങിന് പോയ ആൾക്കാരെ കാണാതായത് കാരണം അവരുടെ കുറിച്ച് ആൾക്കാർ വീണ്ടും ഇവിടേക്ക് അന്വേഷിച്ചു വരുന്നതാണ്. അവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.